നീതി ആയോഗിന്റെ യോഗം ഇന്ന് ഡൽഹിയിൽ നടക്കും. യോഗത്തിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണിയിൽ ഇപ്പോഴും ഭിന്നത തുടരുന്നുവെന്നാണ് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനും ഈ നീതി ആയോഗിന്റെ യോഗം ബഹിഷ്കരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ. യഥാർത്ഥത്തിൽ ഈ പ്രതിപക്ഷ നിര അപ്പാടെ തന്നെ ഈ ബജറ്റ് വിഹിതത്തെക്കുറിച്ച് ലോക്സഭയിലൊക്കെ കത്തിക്കയറുന്ന സമയമാണിത്. അപ്പോൾ ഈ സമയത്താണ് നീതി ആയോഗിന്റെ യോഗം നടക്കുക. എന്തായിരിക്കും കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും നിലപാടുകൾ? ഈ പ്ലാനിംഗ് കമ്മീഷൻ ഇല്ലാതായതിന് ശേഷം അതിന് പകരമായിട്ടാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. വളരെ കൗതുകമായിട്ടുള്ള ഒരു കാര്യം, ഇന്നത്തെ നീതി ആയോഗ് യോഗത്തിൽ മമതാ ബാനർജി പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അറിയാവുന്നതുപോലെ ഈ നീതി ആയോഗ് സമ്പ്രദായം വന്നപ്പോൾ അതിന് നഖശിഖാന്തം എതിർത്തതും തുടർന്ന് 2014 ശേഷമുള്ള ഏതാണ്ട് എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കാതെ ബഹിഷ്കരിക്കുകയും ചെയ്ത നേതാവാണ് മമതാ ബാനർജി. മമതാ ബാനർജിയുടെ ഭാഗത്ത് നിന്ന് അവർ ഈ നീതി ആയോഗ് സംവിധാനം തന്നെ വേണ്ട എന്ന് വാദിക്കുന്നുണ്ടെങ്കിലും ഇന്ന് ഈ യോഗത്തിൽ അവർ ഹാജരാകുന്നത് ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്കുള്ളിൽ തന്നെ വലിയ ആശ്ചര്യം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അടക്കമുള്ളവരും ഇന്നത്തെ ഈ യോഗത്തിൽ ഇന്ത്യ മുന്നണി ഘടകകക്ഷിയുടെ ഭാഗമാണെങ്കിൽ അവരും പങ്കെടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റ് പാർട്ടികൾ, കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, CPM, ഈ പാർട്ടികളുടെ മുഖ്യമന്ത്രിമാർ ആരും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് കേന്ദ്രം സ്വീകരിച്ച ഫെഡറൽ സമീപനത്തിന് എതിരായിട്ടുള്ള നീക്കങ്ങൾ, ഇതിൽ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുഖ്യമന്ത്രിമാർ, ഈ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളിലെ മുഖ്യമന്ത്രിമാർ ഈ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നത്. അവർ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചത് മമതാ ബാനർജി തങ്ങൾക്ക് മുന്നിൽ നിൽക്കും, ഈ വാദം ഉയർത്തി എന്നുള്ളതായിരുന്നു. പക്ഷെ മമതാ ബാനർജി ഇന്നലെ വൈകിട്ട് വ്യക്തമാക്കിയത് താൻ ഡൽഹിക്ക് പോവുകയാണ്, ആ യോഗത്തിൽ താൻ പങ്കെടുക്കും, സംസ്ഥാനത്തിന്റെ ചില ആവശ്യങ്ങൾ തനിക്ക് അവതരിപ്പിക്കാനുണ്ട്, ഒപ്പം താൻ ഈ നീതി ആയോഗ് സമ്പ്രദായം ഇല്ലാതാക്കണം, പ്ലാനിംഗ് കമ്മീഷൻ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയുകയും ചെയ്തു. ഫലത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ തീരുമാനം എന്ന രീതിയിൽ ബഡ്ജറ്റിനെതിരായിട്ടുള്ള ഈ പ്രതിഷേധം രേഖപ്പെടുത്താനായിട്ടുള്ള ഒരു അവസരം ഈ നീതി ആയോഗ് യോഗത്തിൽ എല്ലാ ഇന്ത്യ മുന്നണി ഘടകകക്ഷികളും ഹാജരാകാതെ രേഖപ്പെടുത്താനായിട്ടുള്ള ഒരു അവസരം നഷ്ടമാകുന്നു. ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഭിന്നത എന്ന പ്രതീതി സൃഷ്ടിക്കുന്ന വിധത്തിലേക്ക് ഇത് മാറുകയും ചെയ്യുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, NDA-യുടെ നേതൃത്വത്തിൽ സർക്കാരുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരൊക്കെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും. രാജ്യത്തെ 2047 വികസിതമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കർമ്മപരിപാടികൾ ഇന്നത്തെ യോഗം പ്ലാൻ ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇതിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നില്ല. കേരളത്തിന് ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം രേഖാമൂലം അറിയിച്ചതിന് ശേഷം ഈ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. നീതി ആയോഗ് യോഗം ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് ബഡ്ജറ്റിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഹിത വിനിയോഗ വിഷയങ്ങളിൽ തീരുമാനങ്ങളും ആ സംസ്ഥാനത്തിന്റെ അഭിപ്രായങ്ങളും അറിയിക്കേണ്ടതാണ്. സംസ്ഥാനം ഹാജരായില്ലെങ്കിലും ഈ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ രേഖാമൂലം ഈ യോഗത്തിൽ അവതരിപ്പിക്കപ്പെടും. ഓക്കെ, താങ്ക് യു ആർ രാധാകൃഷ്ണൻ.